മറ്റൊരു വിഷയത്തിലേക്ക്, കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് കൂടുതൽ കൈത്താങ്ങുമായി കേന്ദ്ര സർക്കാർ NHMന് അനുവദിച്ചത് 291 കോടി 26 ലക്ഷം രൂപ. ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്നതിനിടെയാണ് കൂടുതൽ തുക NHMനായി അനുവദിച്ചിരിക്കുന്നത്. രശ്മി കാർത്തിക ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നു എന്ന് പറയാം, പക്ഷെ അത് ഇവിടെ എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു, ചെലവഴിക്കപ്പെടുന്നു എന്നുള്ളതിലാണ് എപ്പോഴും നമുക്ക് ആശങ്കയുണ്ടാകുന്നത്. എന്തായാലും എന്താണ് ഈ ആരോഗ്യ മേഖലയിലേക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ NHMനായി 291 കോടിയോളം രൂപ അനുവദിക്കുമ്പോൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും? വീണ, കേരളത്തിന് താങ്ങാവുകയാണ് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ ആരോഗ്യ മേഖല മുൻപ് എങ്ങുമില്ലാത്ത വിധം കടുത്ത പ്രതിസന്ധി നിലവിൽ നേരിടുന്നുണ്ട്. ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാതെ രോഗികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ആശാ വർക്കർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടും ആരോഗ്യ മേഖലയിലെ മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും 291 കോടി രൂപ 26 ലക്ഷം രൂപ NHMന് അനുവദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. കേന്ദ്രം തുക അനുവദിക്കുന്നതിൽ നിന്നും സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ കൃത്യമായ ഇടവേളയിൽ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ പണം അനുവദിക്കുന്നത്. ആശാപ്രവർത്തകരുടെ നിരാഹാര സമരം ഇന്ന് 8ാം ദിവസത്തിലേക്ക് കടന്നിട്ടും മുഖം തിരിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ കൈത്താങ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ സഹായം. എപ്പോഴും നിയമസഭയിലും പുറത്തുമൊക്കെ ആരോഗ്യമന്ത്രി പറയുന്ന ഒരു കാര്യമാണ് കേന്ദ്രം പണം അനുവദിക്കാത്തതാണ് കാരണം. എല്ലാ പദ്ധതിക്ക് വേണ്ടിയുള്ള കൃത്യമായ കേന്ദ്രവീതവും കൃത്യമായ ഇടവേളകളിൽ സംസ്ഥാനത്തിന് ലഭ്യമാക്കുന്നുണ്ടത്. സംസ്ഥാനം വക മാറ്റി ചിലവഴിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അതിന് ഏറ്റവും തെളിവ് തന്നെയാണ് തുടർച്ചയായ ഇടവേളകളിൽ ഇത്തരത്തിൽ ഉത്തരവ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്നതും ആ തുക NHMന് കൈമാറുന്നതും. ശരി രശ്മി.